Hey peeps, welcome back to another video of Go Epic. നിങ്ങൾ പലരും പ്രീമിയർ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരായിരിക്കും. അതായത് പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ എഡിറ്റേഴ്സ് ഒക്കെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രീമിയർ പ്രോയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് ഒരു ഓഡിയോ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഒരു വീഡിയോ സംസാരിക്കുകയാണെങ്കിൽ അതിലത്തെ ഓഡിയോ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടി അടിപൊളിയാക്കുക എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഓഡിയോ സാമ്പിൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി പ്രീമിയർ പ്രോയിൽ ഇട്ടിട്ട് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഹലോ 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അല്ലെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിലും ഒക്കെ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ വിത്തൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രീമിയർ പ്രോയിൽ ഇട്ട് എഡിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഏത് വെർഷനാണോ പ്രീമിയർ പ്രോ വെച്ചാൽ നേരെ ഓപ്പൺ ചെയ്യുക. എൻ്റെ ഇപ്പോൾ 2019 ആണ്. 2017ലും 16ലൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, 8ലൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ പ്രീമിയർ പ്രോ നേരെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ശേഷം അധികം വലിച്ചു കിട്ടുന്നില്ല, വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരുന്നത്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകാനും ഉപകാരപ്പെടാനും. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ക്ലിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ക്ലിപ്പ് ഉണ്ടല്ലോ, ഓക്കെ, അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് കേട്ട് നോക്കാം. അതായത് റോ ഓഡിയോ നമുക്ക് കേട്ട് നോക്കാം. ഹലോ 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. ഹലോ ഹലോ. വലിയ കുഴപ്പമില്ലാത്തൊരു ഓഡിയോ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്റ്റുഡിയോ ക്വാളിറ്റി ലഭിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓഡിയോ എന്ന ഒരു സെറ്റപ്പിലേക്ക് പോകാം, വർക്ക് സ്പേസിലേക്ക് പോകാം. അതിൽ പ്രോ എഡിറ്ററൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നേ ഉള്ളൂ, വലിയ പ്രോ എഡിറ്ററൊന്നുമല്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഇവിടെ കുറേ സെറ്റപ്പുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും, കുറേ സംഭവങ്ങൾ. അപ്പോൾ നമ്മളിതിപ്പോൾ ഡയലോഗ് ആയതുകൊണ്ട് ഡയലോഗ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലാരിറ്റി എന്നതിൽ കുറേ സംഭവങ്ങൾ കാണാം. അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യേണ്ടത് ഡൈനാമിക്സ് എന്നത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ 3.0 എന്നൊരു ഇതിലാണ് ഇട്ടത്, അവിടെ തന്നെ നിന്നോട്ടെ, പ്രത്യേകിച്ച് ഇനി ഒന്നും ആക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ, ഡൈനാമിക്സ് കൂട്ടിയാൽ കുറച്ചുകൂടി എൻഹാൻസ് ആവും, സംഭവം കുറച്ചുകൂടി നന്നാവും. പിന്നെ ഈക്വലൈസർ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്നത് നേരെ പോഡ്കാസ്റ്റ് വോയിസ് എന്നാക്കുക. പിന്നെ ഞാൻ ഇതൊരു 5% ആണ് ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടിട്ട് ഇനി നമ്മളെ ഓൾഡ് വർക്ക് സ്പേസിലേക്ക് തന്നെ പോവുക. അവിടെ പോയതിന് ശേഷം നേരെ ഈ ഒരു എഫക്ട്സ് എന്ന് പറയുന്ന ആ സ്ഥലത്തിലേക്ക് പോവുക. എഫക്ട്സ് ചെന്നിട്ട് ഇവിടെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിൽ ഓഡിയോ എഫക്ട്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡി നോയ്സ് ഡി റിവേർബ് എന്ന് കാണാം. ഇവിടെ ഡി നോയ്സ് നേരെ എടുത്തിടുക, ഡി റിവേർബ് നേരെ എടുത്തിടുക. റിവേർബ് ഇട്ട് എന്താ വെച്ചാൽ കാരണം എൻ്റെ റൂമിൽ കുറച്ച് എക്കോ ഉള്ളത് കൊണ്ട് എക്കോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്കോ ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഡി നോയ്സ് ഇടുന്നത് നല്ലതായിരിക്കും, നല്ല നോയ്സ് ഒഴിവാകുള്ളൂ. പിന്നെ നമ്മൾ നേരെ താഴോട്ട് പോയിട്ട് കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ മൾട്ടി ബാൻഡ് കംപ്രസർ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നേരെ കൊണ്ടുപോയി ഇവിടെ ഇടുക. പിന്നെ കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ പാരാമെട്രിക് ഇക്വലൈസർ എന്നുണ്ട്, അതും നേരെ ഇവിടെ പിടിച്ചിടുക. ഇത്രയും കാര്യങ്ങൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എഫക്ട്സ് കൺട്രോൾ ഉണ്ടല്ലോ, അതായത് ഈ എഫക്റ്റുകളൊക്കെ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയ എഫക്ട്സ് കൺട്രോൾ എടുക്കുക. എഫക്ട്സ് കൺട്രോൾ എടുത്തതിന് ശേഷം നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാൻ സാധിക്കും ആ വീഡിയോൻ്റെ എല്ലാ എഫക്ട്സും ഇവിടെ കാണുന്നതായിരിക്കും. അവിടെ ഓഡിയോയിൽ ഡൈനാമിക് പ്രോസസ്സിങ് എന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇപ്പോൾ ഇട്ട എല്ലാ കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഡൈനാമിക് പ്രോസസ്സിങ് എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കാണാം. ഇവിടെ നമുക്കൊരു വേവ് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, കേവ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ ഡൈനാമിക് പ്രോസസ്സിങ്, അത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് പ്രീസെറ്റ് ആയിട്ട്. പിന്നെ അപ്പോൾ ഡൈനാമിക് പ്രോസസ്സിങ്ങും ഗ്രാഫിക് ഇക്വലൈസറും ഒന്നും ചെയ്യേണ്ട, ഡീനോയ്സ് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ ഇത് 40% ആണ് ഓൾറെഡി ഉള്ളത്. അത് എനിക്കിപ്പോൾ 40% ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു 32% എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോയ്സ് കൂട്ടാവുന്നതാണ്. ഞാൻ 32 ഇട്ടിട്ടുണ്ട്. പിന്നെ ഡി റിവേർബ് അത് ഞാനൊരു 35 എടുത്തിട്ടുണ്ട്. എങ്കിൽ കുറച്ചൊരു 40ൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, 35 ഇട്ടിട്ടുണ്ട്. ഇത് കൂട്ടുന്നതിനനുസരിച്ച് ചിലപ്പം കംപ്രസ് ആവും സൗണ്ട്, കാരണം ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സൊക്കെ ഒഴിവാക്കണമല്ലോ. പിന്നെ മൾട്ടി ബാൻഡ് കംപ്രസർ എടുക്കുക, അതിൽ എഡിറ്റ് ഇനിയാണ് മെയിൻ എഡിറ്റിങ്ങിൽ, അതായത് വർക്കിലേക്ക് പോകേണ്ടത്. മൾട്ടി ബാൻഡ് കംപ്രസറിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കുറേ ഡിഫോൾട്ട് പ്രീസെറ്റിലുള്ള അത് നേരെ ക്ലിക്ക് ചെയ്തിട്ട്
ബ്രോഡ്കാസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ വേറെ പ്രീസെറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഒഴിവാക്കുക. അപ്പോൾ അത് സെറ്റായി. മൾട്ടിബാൻഡ് കംപ്രസർ സെറ്റായി. ഇനി പാരാമെട്രിക് ഇക്വലൈസർ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതും ഇപ്പോൾ ഡിഫോൾട്ട് പ്രീസെറ്റിലുള്ളത്. അത് നേരെ വോക്കൽ എൻഹാൻസർ, ലാസ്റ്റുള്ള വോക്കൽ എൻഹാൻസർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു പ്രീസെറ്റ് ഉണ്ട്. സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കേവായിട്ട് വരും. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് ഈ എല്ല് പിടിച്ചിട്ട് കുറച്ചൊന്ന് മുന്തിച്ച് കൊടുക്കുക. അധികം മുന്തിക്കേണ്ട, കുറച്ച് മുന്തിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുൾ സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഫുൾ സെറ്റപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കാം ഒന്നുകൂടി. അതായത് ഫസ്റ്റത്തെ അല്ല, എഡിറ്റ് ചെയ്ത ശേഷമുള്ള ഒന്ന് കേട്ട് നോക്കാം. ഹലോ 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 ഹലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കേൾക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഫസ്റ്റത്തെയും ഇപ്പോഴത്തെയും സൗണ്ട് തമ്മിൽ അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെയുണ്ട്. ഫസ്റ്റത്തെ വലിയ എൻഹാൻസ് ആയിട്ടുള്ള ഒരു വോയിസ് ഒന്നും അല്ലെങ്കിലും സാധാരണ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് വോയിസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുറച്ചും കൂടി ഒരു എൻഹാൻസ് സ്റ്റുഡിയോ ക്വാളിറ്റി എഫക്റ്റിലുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഹലോ 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 ഹലോ. ഹലോ 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 ഹലോ. അപ്പോൾ ഇത്രയും സെറ്റിങ്സ് മാത്രം. അതായത് ഫസ്റ്റ് തൊട്ട് പറഞ്ഞുതരാം. ഡൈനാമിക് പ്രോസസ്സിങ്, ഗ്രാഫിക് ഇക്വലൈസർ, 10 ബാൻഡ്സ്, ഡി നോയ്സ്, ഡി റിവേർബ്, മൾട്ടിബാൻഡ് കംപ്രസർ, പാരാമീറ്റർ ഇക്വലൈസർ. ഇത്രയും സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടിട്ട് ഞാൻ പറഞ്ഞ മോഡൽ എഡിറ്റ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ഓഡിയോ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഗായ്സ്, ഇത്രയും സിമ്പിളായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് മാത്രം നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഓഡിയോ നമുക്ക് എൻഹാൻസ് ചെയ്തിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള സ്റ്റുഡിയോ ലെവൽ ക്വാളിറ്റി ആക്കാൻ പറ്റുന്നതാണ്. ഏത് മൈക്ക് നിങ്ങൾ ഉപയോഗിച്ചാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇത് മാറ്റാൻ കഴിയുന്നതാണ്. ഞാൻ ഇപ്പോൾ പോയ M1 ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മൈക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി സ്റ്റുഡിയോ ലെവലുള്ളൊരു USB മൈക്രോഫോണൊക്കെ ഉപയോഗിച്ചുള്ളൊരു ഓഡിയോ ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ, അതായത് പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് വീഡിയോ കാണാതിരിക്കുകയും ചെയ്യരുത്, വീഡിയോ കാണുകയും ചെയ്യണം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ Rinshif and we'll catch you in the next one.